വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ CPIM-ന്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? തെരഞ്ഞെടുപ്പ് കടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ നിലവിൽ ഒരു അടവ് നയം പ്രയോഗിക്കുമെന്നുള്ള വിലയിരുത്തലുകളാണുള്ളത്. CPIM-ന്റെ നീക്കം നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ ആയുധമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ വോട്ടുകളാണ് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നതും. VS രഞ്ജിത്ത് വിലയിരുത്തലുകൾ നൽകും. രഞ്ജിത്ത്, എന്തായിരിക്കും CPIM-ന്റെ നീക്കം? അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. റോഷ്നി, വെള്ളാപ്പള്ളി നടേശനെ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തള്ളിയെങ്കിലും ചില പ്രസ്താവനകൾ, ചതിയൻ ചന്തു പോലുള്ള പ്രസ്താവനകൾ, മലപ്പുറവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ CPM-ന്റെ നിലപാടല്ല എന്ന് പറയുമെങ്കിലും വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായി തള്ളാൻ ഈ ഘട്ടത്തിൽ എന്തായാലും CPM തയ്യാറാവില്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതോ അല്ലെങ്കിൽ ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടോ ഉള്ള രാഷ്ട്രീയം തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടിക്കെട്ടി UDF-നെ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഇടതുമുന്നണി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനം ലീഗിനെ ആക്രമിക്കുക എന്നുള്ളതാണ്, ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ഇവർ കൊണ്ടുവരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, UDF അധികാരത്തിൽ വന്നാൽ ലീഗിന് വലിയ ആധിപത്യമുണ്ടാവും, കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവും, 5 മന്ത്രിമാരുണ്ടാവും, അങ്ങനെ മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനും ആനുപാതികമല്ലാത്ത തരത്തിലുള്ള അനർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ UDF വന്നാൽ കിട്ടും എന്നൊരു പ്രചരണം തെക്കൻ കേരളത്തിൽ വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ തന്നെ ഈഴവ നായർ വോട്ടുകളും ഒക്കെ സമാഹരിക്കാൻ സഹായിക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ് CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ അപ്പാടെ CPM പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടാക്കത്തക്ക രീതിയിൽ, ക്രൈസ്തവ ഏകീകരണം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ്, അത് ജമാഅത്തെ ഇസ്ലാമിയെയും ലീഗിനെയും മുൻനിർത്തി പറയാൻ തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെയും ഇടതു മുന്നണിയുടെയും പദ്ധതി. അതുകൊണ്ട് നിലവിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞത് ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാവാനാണ് സാധ്യത.